भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമസുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികെ ഒന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസനയുടെ 847 ദിവസമായ ഇന്ന് ഭഗവാന്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചും കൊണ്ട് ഏകാദശ സ്കന്ധം 22 അധ്യായത്തിൽ 8 ശ്ലോകം മുതൽ അനുസ്മരിക്കുകയാണ്. ഏകസ്മിന്നപി ദൃശ്യന്തേ പ്രവിഷ്ടാനീതരാണി ച പൂർവസ്മിൻ വാ പരസ്മിൻ വാ തത്വേ തത്വാനി സർവശ. ഏകസ്മിൻ ഒന്നായിരിക്കുന്ന പൂർവസ്മിൻ തത്വേ വാ കാരണമായ തത്വത്തിലോ പരസ്മിൻ വാ കാര്യരൂപമായിരിക്കുന്ന തത്വത്തിലോ ഇതരാണി തത്വാനി ഇതരങ്ങളായ അല്ലെങ്കിൽ അന്യങ്ങളായ തത്വങ്ങൾ പ്രവിഷ്ടാനി പ്രവേശിച്ചവയായിട്ട് സർവശ ദൃശ്യന്തെ എല്ലാ ദിക്കിലും കാണുന്നു. ഇവിടെ പറയുകയാണ് കാരണരൂപമായിരിക്കുന്ന ഒരു തത്വത്തിൽ കാര്യരൂപങ്ങളായി കാണപ്പെടുന്ന സകല തത്വങ്ങളെയും ഉൾപ്പെടുത്തുന്നതായാൽ തത്വം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കും. ഓരോന്നിനെ കാരണമായിട്ടും അതിൽ നിന്ന് ഉണ്ടാകുന്നവയെ കാര്യങ്ങളായിട്ടും നിശ്ചയിക്കുമ്പോൾ തത്വങ്ങൾ നിരവധിയുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പം കാരണത്തിൽ കാര്യങ്ങളും കാര്യങ്ങളിൽ കാരണവും അടങ്ങിയിരിക്കുന്നു. ഒരു കുടത്തെ ഒരു തത്വമായിട്ടും വേണമെങ്കിൽ 2 തത്വമായിട്ടും പല തത്വങ്ങളായിട്ടും വിവരിച്ച് കാണിക്കാൻ സാധിക്കും. മണ്ണ് എന്നതൊരു തത്വമാണ്. കുടം എന്നുള്ളതോ ഘടാകാരം മണ്ണിൽ ഒതുങ്ങി. അപ്പം ഘടം തന്നെയാണ് ഇത് എന്ന് പറയുമ്പോൾ കാര്യമായ ഘടത്തിൽ കാരണമായ മണ്ണ് ഉൾപ്പെട്ടു. ഇതേപോലെ തത്വങ്ങളെ എത്ര ചുരുക്കിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് വ്യാഖ്യാനിക്കുന്ന ആളുടെ ഇഷ്ടമാണ് ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് പറയണു പൗർവാപര്യം അതോമീഷാം പ്രസംഖ്യാനാം അഭീപ്സതാം യഥാ വിവിക്തം യദ്വക്ത്രം
ഗൃഹീമോ യുക്തിസംഭവാൽ. അതുകൊണ്ട് അമീഷാം പൗർവാപര്യം, ഇവയുടെ കാര്യകാരണത്തെയും പ്രസംഖ്യാനാം എണ്ണത്തെയും അഭീപ്സതാം ആഗ്രഹിക്കുന്നവരുടെ യത് വക്ത്രം യഥ ഏതൊരു മുഖം ഏതു പ്രകാരം പ്രവർത്തിക്കുന്നോ യുക്തിസംഭവാൽ യുക്തിയുള്ളത് കൊണ്ട് തത്ത് വിവിക്തം അതിനെ നിശ്ചിതമായിട്ടും വയം ഗൃഹീമ നമ്മൾ സ്വീകരിക്കണം. ഓരോരുത്തരും ഒരേ തത്വം ഓരോ വിധം പറയും, അതിൽ വിരോധമില്ല എന്ന് പറയുകയാണ് ഭഗവാൻ. കാരണം തത്വങ്ങൾ പറയാൻ ആഗ്രഹിച്ചവർ ഒന്ന് മറ്റൊന്നിൽ നിന്നുണ്ടായ രീതി അനുസരിച്ച് അവയ്ക്ക് തമ്മിൽ കാര്യകാരണഭാവമുണ്ടെന്നും സംഖ്യയിൽ ആധിക്യവും ന്യൂനതയും ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നത് പരിശോധിച്ചാൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അത് അവർ യുക്തിയോടുകൂടി പറഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞതിനെയൊക്കെ നമുക്ക് സ്വീകരിക്കാനും വിരോധമില്ല എന്ന് ഭഗവാൻ പറയാം. അനാദ്യാവിദ്യയുക്തസ്യ പുരുഷസ്യാത്മവേദനം സ്വതോന സംഭവേദന്യസ്തത്വജ്ഞോ ജ്ഞാനദോ ഭവേൽ. തത്വങ്ങളുടെ ഈ സംഖ്യയിലുള്ള വ്യത്യാസം അനാദിയായ അവിദ്യയോട് ചേർന്ന പുരുഷന് സ്വതഃ താനെ തന്നെ ആത്മവേദനം ന സംഭവേൽ, ആത്മജ്ഞാനം ഉണ്ടാവില്ല. തത്വജ്ഞ അന്യ, തത്വജ്ഞനായ മറ്റൊരാൾ ജ്ഞാനത്തെ കൊടുക്കുന്നവനായി ജ്ഞാനദനായി ഭവിക്കും. ഈ തത്വങ്ങളുടെ സംഖ്യാഭേദം കാര്യകാരണങ്ങളെ വിഭജിച്ച് അനുസരിച്ചാണ്. അതുകൊണ്ടൊരു ദോഷവും ഇല്ല എന്നാണ്. ജീവേശ്വരന്മാർ തമ്മിൽ ഭേദമുണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദം 26 തത്വങ്ങളെന്നും അതല്ലെങ്കിൽ 25 എന്നും, ഇപ്പം ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ടെന്നും ഇല്ലെന്നും ഉള്ള പക്ഷം. അപ്പം ഇതിലും രണ്ടു കൂട്ടർക്കും ന്യായമുണ്ട്. ജീവനും ഈശ്വരനും വെവ്വേറെ തന്നെ എന്ന വാദം. അനാദിയായ അജ്ഞാനത്തോട് ചേർന്നിരിക്കുന്ന ജീവന് സ്വതേ അറിവില്ലായ്മ നശിച്ച് ആത്മജ്ഞാനം ഉണ്ടാവില്ല. മറിച്ച് അജ്ഞാനബാധയില്ലാത്ത മറ്റൊരാൾ ജീവന് ജ്ഞാനം പകർന്നു കൊടുക്കണം. എന്നാൽ മാത്രമേ ജീവന് മുക്തിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ജീവാനുഗ്രഹത്തിന് സമർത്ഥനായി അവിദ്യയുടെ കണിക പോലുമില്ലാതെ സർവജ്ഞനായി ഈശ്വരൻ, അറിവില്ലായ്മ കൊണ്ട് തന്നെ താൻ അറിയാതെ തളർന്നു കിടക്കുന്നവൻ ജീവൻ. ഇവർ രണ്ടുപേരും വെവ്വേറെ തന്നെ എന്നൊരു പക്ഷം. അവരുടെ അഭിപ്രായത്തിൽ തത്വങ്ങൾ 26. ഈശ്വരനെ തന്നെയാണ് ബ്രഹ്മോപദേഷ്ടാവായ ഗുരുവായിട്ട് സൂചിപ്പിക്കുന്നത്. കുറച്ച് കഠിനമായിട്ടുള്ളതാണ്. കുറേ കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ പറയുകയാണ്, പുരുഷേശ്വരയോരത്ര നവൈലക്ഷണ്യമണ്വപി തദന്യകൽപ്പനാപാർത്ഥ ജ്ഞാനം ച പ്രകൃതേർഗുണ. അത്ര പുരുഷേശ്വരയോ, പുരുഷനും ഈശ്വരനും ജീവനും ഈശ്വരനും തമ്മിൽ അണു അപി വൈലക്ഷണ്യം ന, അവർ തമ്മിൽ അല്പം പോലും അണുമാത്രയിൽ പോലും വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഭേദമില്ല. തദന്യകൽപ്പന, അവരെ വേറെ വേറെ എന്ന് സങ്കല്പിക്കുന്ന അപാർത്ഥാഹ, അത് അർത്ഥശൂന്യതയാണ്. ജ്ഞാനം ച പ്രകൃതേ ഗുണ, അറിവും പ്രകൃതിയുടെ ഗുണം തന്നെയാണ്. ഇപ്പം തത്വങ്ങൾ 25 എന്ന് പറയുന്നവരുടെ വാദം ചൈതന്യം ഒന്നു മാത്രമല്ലാതെ അന്യമായിട്ടൊന്നുമില്ല. ജീവനും ഈശ്വരനും ചിദ്രൂപം സമാനമായതുകൊണ്ട് അവർക്ക് തമ്മിൽ ഭേദം ഉണ്ട് എന്ന ചിന്ത ശരിയല്ല. അതുകൊണ്ട് ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമില്ല. അങ്ങനെ വരുമ്പോൾ 25 തത്വങ്ങൾ എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഒരു തടസ്സമുണ്ടെന്നാണ്. കാരണം ജീവനും ഈശ്വരനും ഭേദമില്ലെങ്കിലും ജീവഗതമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം അത് വേറെയാണ്. അങ്ങനെ വരുമ്പോൾ മുൻപറഞ്ഞ രണ്ടു പക്ഷവും ശരിയല്ല എന്ന് വരും. അറിവും അറിവില്ലായ്മയും പ്രകൃതിയിലുള്ള സത്വരജസ്തമസ്സുകളുടെ ധർമ്മമാണ്. രജസ്തമസ്സുകളുടെ സംബന്ധം കൊണ്ട് അറിവില്ലായ്മ, ആ അറിവില്ലായ്മയെ നിരാകരിക്കുന്ന ജ്ഞാനം സത്വഗുണത്തിൻ്റെ ധർമ്മമായതുകൊണ്ട് ജ്ഞാനം പ്രകൃതിയിൽ
അന്തർഭവിച്ചു. അതുകൊണ്ട് ജ്ഞാനത്തെ വേറൊരു തത്വമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അന്ധക്കരണ വൃത്തിയാണ് ഇവിടെ ജ്ഞാനം. ഇപ്പൊ ബ്രഹ്മസ്വരൂപമായി ജ്ഞാനത്തെയല്ല ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രകൃതിർ ഗുണസാമ്യം വൈ പ്രകൃതേന ആത്മനോ ഗുണ സത്വം രജസ്തമ ഇതി സ്ഥിത്യുൽപത്യന്തഹേതവ. പ്രകൃതി എന്നത് ഗുണസാമ്യം വൈ ഗുണങ്ങളുടെ സാമ്യമാണ്. സ്ഥിത്യുൽപത്യന്തഹേതവ രക്ഷയ്ക്കും സൃഷ്ടിക്കും നാശത്തിനും കാരണമായ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ ആത്മനഹ ആത്മാവിൻ്റേതല്ല, മറിച്ച് പ്രകൃതിയുടേത് ആണ്. ഇവിടെ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് പ്രകൃതി എന്ന് പറയുക. ഈ സ്ഥിതിയിൽ ഒരു ഭേദവുമില്ലാതെ ഏകാകാരമായി തന്നെ ഇരിക്കണു. ഗുണങ്ങൾക്ക് അന്യോന്യ സമ്മേളനം കൊണ്ട് ആധിക്യവും ന്യൂനതവും ഉണ്ടാവുമ്പോൾ പ്രകൃതി ഉണരുന്നു. സൃഷ്ടിക്ക് രജോ ഗുണവും പരിപാലനത്തിന് സത്വഗുണവും സംഹാരത്തിന് തമോ ഗുണവും. ഈ ഗുണങ്ങൾ മൂന്നും പ്രകൃതിയുടേതാണ്, അപ്പോൾ ആത്മാവിൻ്റെ അല്ല. അപ്പം അതുകൊണ്ട് സത്വഗുണവിശേഷത്തിൻ്റെ സ്വരൂപമായ അന്ധക്കരണവൃത്തി ആ ജ്ഞാനവും പ്രകൃത്യംശമാണ്, ജീവാംശം അല്ല. സത്വം ജ്ഞാനം രജകർമ്മ തമോജ്ഞാനമിഹോച്യതയെ ഗുണവ്യതികരക്കാല സ്വഭാവ സൂത്രമേവച. സത്വം സത്വഗുണം, ജ്ഞാനം അറിവ്, രജഹ രജോ ഗുണം കർമ്മ പ്രവൃത്തി, തമോ ഗുണോ അജ്ഞാനം അറിവില്ലായ്മ. ഇഹ ഉച്യത ഇവിടെ പറയപ്പെടുന്നു. ഗുണവ്യതികര ഗുണങ്ങളുടെ അന്യോന്യ സംയോഗം, കാലഹ കാലം, സ്വഭാവ സ്വഭാവം എന്നത് സൂത്രം ഏവ മഹത്തത്വം തന്നെ. ഇപ്പം സത്വഗുണസ്വരൂപമായ അറിവ് പ്രകൃതിയുടെ ഗുണമാണെന്നും എന്നാൽ ജ്ഞാനത്താൽ നിരസിക്കപ്പെടാൻ കഴിയുന്ന കർമ്മവും അജ്ഞാനവും വേറെ എന്നും വിചാരിക്കേണ്ട. കർമ്മം രജോ ഗുണത്തിൻ്റെയും അറിവില്ലായ്മ തമോ ഗുണത്തിൻ്റെയും ധർമ്മമാണ്. അത് രണ്ടും ഈ പ്രകൃതിയിൽ ഉൾപ്പെടും. എങ്കിലും കാലം സ്വഭാവം എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇപ്പോൾ ഗുണങ്ങളുടെ സമ്മേളനം നിമിത്തമാണോ ഉണ്ടാവുന്നത്, ആ ഈശ്വരൻ തന്നെയാണ് കാലം. കാലസ്വരൂപ്യ അന്വമോദത എന്ന് ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ക്രിയാശക്തി സ്വരൂപമായിരിക്കുന്ന മുഖ്യ പ്രാണൻ തന്നെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് മറ്റോരോന്നിലേക്ക് അന്തർഭവിച്ചിരിക്കുന്നത് കൊണ്ട് മുൻപറഞ്ഞതിൽ അധികരിച്ച തത്വങ്ങളില്ല. ഇങ്ങനെ തത്വസംഖ്യകൾ ചുരുക്കിയും വിസ്തരിച്ചും പറയുന്ന ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള യുക്തികളുണ്ട്. ഉദ്ധവ ഭഗവാൻ പറയാണ്, പുരുഷ പ്രകൃതിർവ്യക്തിരഹങ്കാരോ നഭോനില ജ്യോതിരാപക്ഷിതിരിതി തത്വാന്യുക്താനി മേ നവ. എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു എന്ത്? തത്വങ്ങൾ 9 എന്ന്. പുരുഷൻ, പ്രകൃതി, വ്യക്തി മഹത്തത്വം, അഹങ്കാര അഹങ്കാരം, നഭ ആകാശം, അനിലഹ വായു, ജ്യോതി അഗ്നി, ആപ ജലം, ക്ഷിതി ഭൂമി. ഇങ്ങനെ ഇതി നവ തത്വാനി മേ ഉക്താനി. ഇങ്ങനെ 9 തത്വങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ. അപ്പൊ ഈശ്വരനെ എന്നും ജീവൻ എന്നുമുള്ള 2 ഭേദത്തെ അവലംബിക്കാതെ ജീവേശ്വരന്മാർ 2 പേർക്കും പറ്റുന്ന ഒരു പര്യായമായിട്ട് ഇവിടെ പുരുഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഉപാധിയുള്ള ചൈതന്യം, ഇതാണ് പുരുഷ ശബ്ദത്തിൻ്റെ അർത്ഥം. വിദ്യയാകുന്ന ഉപാധി ഈശ്വരനും അവിദ്യയാകുന്ന ഉപാധി ജീവനുമുള്ളത് കൊണ്ട് 2 പേർക്കും പുരുഷൻ എന്ന് പറഞ്ഞ് ഇവിടെ തത്വങ്ങൾ 9 എന്ന് ഭഗവാൻ സമർത്ഥിക്കുന്നു. ശ്രോത്രം ത്വദ്ദർശനം ഘ്രാണോ ജിഹ്വേതി ജ്ഞാനശക്തയാ വാക്പാണ്യുപസ്ഥമായി പായുഅഘ്രി കർമ്മണ്യങ്കോഭയം മന. ശ്രോത്രം ചെവി, ത്വക്ക് തോല്, ദർശനം എന്ന് പറഞ്ഞ കണ്ണ്, ഘ്രാണ മൂക്ക്, ജിഹ്വ നാവ്. ഇങ്ങനെ ജ്ഞാനശക്തയ ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിയാനുള്ള ശക്തികൾ, വാക്ക്, പാണി, ഉപസ്ഥം, പായു, അഘ്രി. വാക്ക്, കയ്യ്, ഉപസ്ഥം,
അതേപോലെ തന്നെ ആ പായു, മലദ്വാരം, അംഘ്രി, കാൽ, ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വരൂപ സമുദായമായിരിക്കുന്ന മനസ്സ്. അപ്പോൾ 11 തത്വങ്ങൾ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇവിടെ ത്വക്, ചക്ഷുസ്, ഘ്രാണ, ജിഹ്വ, ശ്രോത്രം, ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും വാക്പാണി പാദ പായുരുപസ്ഥം കർമ്മേന്ദ്രിയങ്ങളും, പിന്നെ ആ ഉഭയാത്മകമായിരിക്കുന്ന മനസ്സ്, അങ്ങനെ 11. ശബ്ദ സ്പർശോ രസോ ഗന്ധോ രൂപം ചേത്യർത്ഥജാതയ ഗത്യുക്തുത്സർഗശില്പാനി കർമായതന സിദ്ധയ. ശബ്ദം, സ്പർശം, സ്വാദ്, ഗന്ധം, രൂപം, ആകൃതി, ഇങ്ങനെ അർത്ഥജാതയ അറിവിന് വിഷയങ്ങൾ, ഗതി സഞ്ചാരം, ഉക്തി സംഭാഷണം, ഉത്സർഗം വിസർജനം, ശില്പാനി പല തരത്തിലുള്ള പണികൾ, കർമായതന സിദ്ധയ കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ. 5 തത്വങ്ങൾ എന്ന് പറയുകയാണ്. ശബ്ദസ്പർശരൂപരസഗന്ധാമേ, അല്ലേ? ഈ വിഷയങ്ങളായി പരിണമിച്ചിരിക്കുന്ന 5 തത്വങ്ങൾ, ഇതാണ് മഹാഭൂതങ്ങൾ. ഗമനം, വചനം, വിസർജനം, കർമ്മം, സ്ത്രീ സുഖാനുഭവം, ഇത് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ. അപ്പം ശബ്ദം, സ്പർശം, രസം, ഗന്ധം, രൂപം, അത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും ആകാശാദികളാകുന്ന 5 ഭൂതങ്ങളെയും ശബ്ദാദികളാകുന്ന തന്മാത്രകളിൽ ഉൾപ്പെടുത്തി അവയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെയും ഗത്യാദി കർമ്മങ്ങളെയും അവയിൽ അന്തർഭവിപ്പിച്ചുകൊണ്ട് മഹാഭൂതങ്ങൾ 5 തത്വങ്ങൾ എന്ന് അവിടെ ഉറപ്പിച്ചു. പിന്നെ സർഗാദോ പ്രകൃതിർഹ്യസ്യ കാര്യകാരണരൂപിണി സത്വാദിഭിർഗുണൈർധത്തെ പുരുഷോവ്യക്ത ഈക്ഷത്തെ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അസ്യ ഇതിൻ്റെ സർഗാദോ സൃഷ്ടിയുടെ ആദിയിൽ കാര്യകാരണരൂപിണി കാര്യകാരണ സ്വരൂപമായിരിക്കുന്ന പ്രകൃതി സത്വാദിഭി ഗുണൈഹി സത്വം തുടങ്ങിയ ഗുണങ്ങളെ കൊണ്ട് ധത്തെ ധരിക്കുന്നു. പുരുഷ പുരുഷൻ അവ്യക്തനായിട്ട് ഈക്ഷത്തെ നോക്കുന്നു. തത്വഭേദങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇതാണ് നേരത്തെ തുടങ്ങിയത്. അപ്പം ഇവിടെ ആകാശം മുതൽ മനസ്സുവരെയുള്ള 16 തത്വങ്ങൾ കാര്യങ്ങൾ, മഹത്വത്വം മുതലായ 7 കാരണങ്ങൾ. ഇങ്ങനെ കാരണങ്ങളായും കാര്യങ്ങളായും പരിണമിച്ചിരിക്കുന്നതിന് പ്രകൃതി എന്ന് പേര്. സൃഷ്ടിക്കുള്ള ഉപാദാന കാരണം ഈ പ്രകൃതി തത്വമാണെന്ന് പറയാണ്. പരിണാമിയല്ലാതെ എപ്പോഴും ഒരേ സ്ഥിതിയിലിരിക്കുന്ന ഈശ്വരൻ നിമിത്ത കാരണമായിട്ട് കാലകർമ്മ സ്വഭാവങ്ങളെ ഉണർത്താൻ ഉപകരിക്കുന്ന ഈക്ഷാവ്യാപാരം, ആ നോട്ടം, അത് നടത്തുന്നു. അങ്ങനെ അന്യമായ രൂപത്തിൽ പരിണമിക്കാതെ എന്നും ഏകനിലയിലിരിക്കുന്നു ഈശ്വരൻ. കാര്യകാരണ രൂപത്തിൽ പരിണമിക്കുന്ന പ്രകൃതിയിൽ നിന്ന് അതുകൊണ്ട് ഈശ്വരൻ തികച്ചും വ്യത്യസ്തനാണ്. ഏകനായ ഈശ്വരൻ തന്നെ നിമിത്തവും ഉപാദാനവും എന്ന് വേദത്തിൽ പറയുന്നുണ്ട്. അതിന് വിപരീതമല്ലേ ഈ പറയണത് എന്നാണെങ്കിൽ, ശക്തിയെ ശക്തനിൽ നിന്ന് ഭിന്നമായി കാണുന്നവരെ സംബന്ധിച്ച് പറഞ്ഞതാണ്. സത്യത്തിൽ ഒന്ന് തന്നെയാണ്. ശക്തി ശക്തയോരഭേദം, അത് തമ്മിൽ വ്യത്യാസമില്ല. ശക്തിയും ശക്തനും തമ്മിൽ. വ്യക്താദയോ വികുർവാണ ധാതവ പുരുഷേക്ഷയ ലബ്ധവീര്യ സൃജന്ത്യണ്ടം സംഹത പ്രകൃതേർ ബലാത്. വ്യക്താദയ മഹത്തത്വം മുതലായ ധാതവ തത്വങ്ങൾ പുരുഷേക്ഷയ പുരുഷന്റെ ഈശ്വരന്റെ നോട്ടം ഈക്ഷണം കൊണ്ട് ലബ്ധവീര്യ വീര്യമുള്ളതായി സംഹത അന്യോന്യം ചേർന്നിട്ട് വികുർവാണ രൂപാനന്തരത്തെ പ്രാപിക്കുന്നവനായി പ്രകൃതിയുടെ ശക്തി കാരണം അണ്ഡം സൃജന്തി ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നു. തത്വങ്ങളെ കാരണമായിട്ട് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായ ബ്രഹ്മാണ്ടം കാര്യമായിട്ട് മാറും. കാര്യം കാരണത്തിൽ അന്തർമുഖമായാൽ തത്വങ്ങളും ബ്രഹ്മാണ്ടവും വേറെയല്ല എന്ന അഭിപ്രായം. അപ്പം അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് മഹത്തത്വാദി ധാതുക്കളുണ്ടായി. ഈശ്വരൻ്റെ ഈക്ഷണം കൊണ്ട് വീര്യമുണ്ടായപ്പോൾ ആ തത്വങ്ങൾ ഒന്നിച്ചു ചേർന്നു.
ഓരോന്നിൻ്റെയും ചേർച്ച കൊണ്ട് രൂപാന്തര പ്രാപ്തി ഉണ്ടായി. ഇതിനെയാണ് പരിണാമം എന്ന് പറയുന്നത്. അങ്ങനെ മഹദാദി തത്വങ്ങൾ കൊണ്ട് ലോകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഉപാദാന കാരണമാണ് മഹദാദി തത്വങ്ങൾ. ഇത് തത്വനിർണയത്തിലുള്ള ഒരു തരത്തിലുള്ള വിവരം മാത്രമാണ്. ചിലയിടത്ത് ഉപാദാന കാരണവും നിമിത്ത കാരണവും ഈശ്വരൻ തന്നെയാണെന്ന് പറയും. ഇപ്പം ഇവിടെ സ്വപ്രാധാന്യേന ജ്ഞാനസ്വരൂപനായി ഈശ്വരനെ പ്രമാണമാക്കിയാൽ നിമിത്ത കാരണവും സ്വോപാധി പ്രധാന്യേന ഉപാധിയെ പ്രധാനമാക്കിയാൽ ഉപാദാന കാരണവും ഈശ്വരൻ ഒരാൾ തന്നെയാണ് എന്ന് മനസ്സിലാവും. സപ്തൈവ ധാതവ ഇതി തത്രാർത്ഥ പഞ്ചഘാതയ ജ്ഞാനമാത്മോഭയാധാരസ്തതോ ദേഹേന്ദ്രിയാസവ. ഘാതയ ആകാശം തുടങ്ങിയ, ഘം തുടങ്ങിയവ, അർത്ഥാഹ ഭൂതങ്ങൾ, പഞ്ച അഞ്ച്, ജ്ഞാനം അറിവ്, ഉഭയാധാര രണ്ടിനും ആധാരമാക്കിയിരിക്കുന്ന ആത്മാവ്, ഇതി ഇങ്ങനെ ധാതവഹ സപ്ത ധാതുക്കൾ 7. അതിൽ നിന്ന് ദേഹേന്ദ്രിയാസവഹ ദേഹം, ഇന്ദ്രിയൻ, ഇന്ദ്രിയങ്ങള്, പ്രാണൻ ഇവ ഉണ്ടായി. ഇവിടെ ഭഗവാന്റെ ഉപദേശത്തിൻ്റെ പ്രത്യേകത തത്വങ്ങളുടെ സംഖ്യയെക്കുറിച്ചാണ്. ഇപ്പം പറയുകയാണ് ആകാശാദിഭൂതങ്ങൾ 5, അതിനെ കണ്ടറിയുന്ന ജ്ഞാനസ്വരൂപനായ ജീവൻ 1, ദൃശ്യങ്ങൾക്കും ദ്രഷ്ടാവിനും ആധാരമായിരിക്കുന്ന ആത്മാവ് 1. ഇങ്ങനെ തത്വങ്ങൾ 7 ആണ്. അതിൽ നിന്നും ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ ഇവയൊക്കെ ഉണ്ടായി. ചില മഹർഷിമാര് ഈ തത്വങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവരുടെ പക്ഷത്തിൽ ആകാശാദിഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്ന പ്രകൃതി മഹത്തത്വാദികളെ കാര്യജാതമായ ഭൂതങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നു. അങ്ങനെ ആ 19ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുകയാണ്. 20ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.